ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുക. ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കൂടുമോ ചെയ്യാനായിട്ട്? അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഒരു ചുമ്മാ ഒന്ന് ഒരുങ്ങാമെന്ന്, ചുമ്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി സാരി ഉടുത്തിട്ട് ഒന്ന് ഒരുങ്ങിയതാണ്. അപ്പോൾ സാരി ഉടുത്ത് അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു അധികം പൈസയൊന്നും മുടക്കാൻ പറ്റാത്തവർക്കൊക്കെ, എന്നെപ്പോലെ ഉള്ളവർക്കൊക്കെ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാണ് ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വില കൂടിയ സാധനങ്ങളെന്നോ അല്ലെങ്കിൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയല്ലാത്ത സാധനമെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം തന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഒരു ലിപ്സ്റ്റിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ബഡ്ജറ്റൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റേറ്റ് എനിക്ക് അത്ര അറിയാൻ പാടില്ല. എന്നാലും നമ്മുടെ ഈ മീഷോ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ നമ്മുടെ ഷെയ്ഡിനനുസരിച്ചുള്ള കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളാണെങ്കിലും പാവപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ. പിന്നെ അപ്പം അങ്ങനെ ഞാൻ അത്യാവശ്യം എൻ്റെ കയ്യിലുള്ള എനിക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങി വന്നേക്കുവാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാണ്ട് പോകരുത്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളൊന്നും കണ്ട് ലൈക്ക് അടിക്കാതിരുന്നാൽ അത് മോശമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ലൈക്ക് അടിക്കണം. പിന്നെ അതും പോരാഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾന്ന് ബെല്ല് പോരാതെ ഷെയറും ചെയ്യണം, കമൻറ്റും ഇടണം കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾ പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല എന്നോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര തീരെ സങ്കടം വരുന്ന രീതിയിലൊന്നും പറയരുത്. അതെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് എനിക്ക് സമാധാനവും സന്തോഷവും പോവും. അതുകൊണ്ട് അത്ര സങ്കടപ്പെടുത്തുന്ന രീതിയിലൊന്നും നിങ്ങൾ മെസ്സേജ് എടുക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയുള്ള മെസ്സേജുകളൊക്കെ അയക്കണം. പിന്നെ എനിക്ക് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സ് ആയിട്ടിട്ട് അതിന് 85K വ്യൂസ് വന്നു. എനിക്കത് സീരിയസ്ലി എന്നെ സംബന്ധിച്ച് എനിക്കത്രയും വ്യൂസ് ഇല്ലാതിരുന്നിട്ട് അത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഒരു കമൻറ്റ്, ഇതെന്താ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്തോ കമൻറ്റ് ഇട്ടായിരുന്നു. അത് അന്ന് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. പക്ഷേ അതിനൊന്നും ഇത് ചെയ്യാതെ കുറേ ആൾക്കാർ അത് കണ്ടു. അത് സീരിയസ്ലി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണോ എന്താണെന്നറിയില്ല, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സമയത്ത് ഇത് കൂടിയ സമയത്ത് ഞാൻ നോക്കിയില്ല. പിന്നീട് ഒരു ദിവസം ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് ഈ 85K. പക്ഷേ ഈ മെസ്സേജ്, ഈ കമൻറ്റ് വന്ന ഷോർട്സിനാണെന്ന് ഓർക്കണേ അത്രയും വ്യൂസ് കയറിയത്. എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എനിക്ക് ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഉണ്ടായ എല്ലാ വിഷമവും എനിക്ക് സത്യത്തിൽ ആ വ്യൂസ് കിട്ടിയതിലൂടെ എനിക്ക് മാറി. അപ്പം നമ്മൾ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിയിട്ടുള്ളൊരു കമൻറ്റ് ഇടരുത്. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും എല്ലാം സാധിക്കത്തില്ല. അപ്പം സാധിക്കുന്നതനുസരിച്ച് അവർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മോശമായിട്ട് കാണരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.